മഴക്കാലമായതോടെ കേരളത്തിൽ അനവധി പകർച്ചവ്യാധികൾ ഇങ്ങനെ പടർന്നു പിടിക്കുന്ന ഒരു ദുരവസ്ഥ നമുക്കുണ്ട്. കൃത്യമായ നിയന്ത്രണങ്ങൾ കൊണ്ടുവരും എന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ പറയുന്നുണ്ട്. എങ്കിലും പല പ്രദേശങ്ങളിലും, പ്രത്യേകിച്ചും ഗ്രാമപ്രദേശങ്ങളിലടക്കം മാലിന്യ കൂമ്പാരങ്ങൾ നിരവധിയുണ്ട്. അറവ് മാലിന്യങ്ങൾ അടക്കം പൊതുസ്ഥലങ്ങളിൽ തള്ളുന്ന പതിവ് പലയിടത്തും നിയന്ത്രണങ്ങൾ ഉണ്ടെങ്കിലും ഇപ്പോഴും തുടരുകയാണ് എന്നാണ് റിപ്പോർട്ട്. അതിലുപരി ആശുപത്രി മാലിന്യങ്ങൾ കൃത്യമായി സംസ്കരിക്കുന്ന ഒരു പദ്ധതി IMAയ്ക്ക് ഉണ്ടായിരുന്നു. ഇമേജ് എന്നാണ് ഇതിന്റെ പേര്. ഇത് പാലക്കാട് കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ്, അല്ലെങ്കിൽ അതിന്റെ യൂണിറ്റ് ഒക്കെ തന്നെ പാലക്കാടാണ്. ഈ ഇമേജിന്റെ പ്രവർത്തനങ്ങളും ഇപ്പോൾ താറുമാറായി എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. പകർച്ചവ്യാധികൾ ഇങ്ങനെ പടർന്നു പിടിക്കുമ്പോൾ ആശുപത്രി മാലിന്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിൽ വരുന്ന പാളിച്ച അത് വലിയ ഗുരുതരമായ അവസ്ഥയിലേക്ക്, ആരോഗ്യ പ്രതിസന്ധിയിലേക്ക് നമ്മളെ കൊണ്ടുചെന്ന് എത്തിക്കും എന്ന് വിദഗ്ധർ പറയുന്നുണ്ട്. കഞ്ചിക്കോട്ടെ ഒറ്റ പ്ലാന്റിൽ മാത്രമാണ് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള എല്ലാ ആശുപത്രികളിലെയും ആരോഗ്യ സ്ഥാപനങ്ങളിലെയും ബയോമെഡിക്കൽ വേസ്റ്റുകൾ സംസ്കരിക്കുന്നത്. ഇമേജിന്റെ പദ്ധതിയാണ് ഇത്. പ്രതിദിനം 55.8 ടൺ ആണ് ഈ പ്ലാന്റിന്റെ പരമാവധി പ്രവർത്തന ശേഷി. അപ്പം 55 ടൺ മാത്രമല്ല എത്തുന്നത്, ടൺ കണക്കില്ലാത്ത മാലിന്യങ്ങളാണ് ഈ ബയോമെഡിക്കൽ വേസ്റ്റുകളായിട്ട് എത്തുന്നത്. അതിൽ എന്തൊക്കെ വരും എന്നത് സത്യം പറഞ്ഞാൽ വിവരിക്കാൻ പറ്റില്ല. ഒരു ശരീരത്തിൽ നിന്ന് മുറിച്ചു മാറ്റിയ അവയവങ്ങളും ഉൾപ്പെടെയുള്ള ബയോമെഡിക്കൽ വേസ്റ്റുകളാണ് ഈ സംസ്കരണത്തിന് വിധേയമാകുന്നത്. ഇവിടെ നിന്നെല്ലാമുള്ള ബയോമെഡിക്കൽ മാലിന്യങ്ങൾ ടൺ കണക്കിന് വർദ്ധിച്ചെങ്കിലും അത് കൈകാര്യം ചെയ്യാൻ നിലവിലുള്ള കഞ്ചിക്കോട്ടെ പ്ലാന്റിന് കഴിയുന്നില്ല എന്നതാണ് അവസ്ഥ. IMA അടൂരിൽ 3 ഏക്കർ സ്ഥലം വാങ്ങിയിരുന്നു. മാലിന്യങ്ങൾ സംസ്കരിക്കാൻ മറ്റൊരു പ്ലാന്റ് ഇവിടെ സ്ഥാപിക്കാൻ തുടക്കമിട്ടു. എന്നാൽ അത് വേണ്ട രീതിയിൽ പ്രാവർത്തികമായില്ല എന്നതാണ് മറ്റൊരു സത്യം. പ്ലാന്റിനെതിരെ ചില ചെറുകിട രാഷ്ട്രീയക്കാർ രംഗത്ത് വന്നു. ഇത് മാലിന്യ സംസ്കരണ പ്ലാന്റാണെന്നും പ്രദേശത്ത് വലിയ രീതിയിലുള്ള മലിനീകരണം ഉണ്ടാകും എന്നും ഒക്കെ വ്യാജമായി പ്രചരിപ്പിച്ച് അവർ കുറെ നാട്ടുകാരെ സംഘടിപ്പിച്ച് പ്ലാന്റിനെതിരെ രംഗത്ത് വരികയും ആ പ്ലാന്റ് വേണ്ട രീതിയിൽ പ്രാവർത്തികമാകാതെ പോവുകയും ചെയ്തു. ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ബയോമെഡിക്കൽ മാലിന്യ സംസ്കരണ സംരംഭമാണ് IMAയുടെ ഇമേജ് കൂടാതെ എറണാകുളത്ത് ബ്രഹ്മപുരത്ത് പ്രവർത്തിക്കുന്ന കേരള എൻവിറോ ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡ് എന്ന മറ്റൊരു സ്ഥാപനവും കേരളത്തിൽ ബയോമെഡിക്കൽ മാലിന്യ രംഗത്തുണ്ട്. ഈ 2 പ്ലാന്റുകൾ മാത്രമാണ് ആരോഗ്യരംഗത്ത് കുമിഞ്ഞുകൂടുന്ന ഈ ബയോമെഡിക്കൽ മാലിന്യങ്ങൾ, ആശുപത്രി മാലിന്യങ്ങൾ ഉൾപ്പെടെയുള്ളവ സംസ്കരിക്കുന്നത്. ദിവസം 20 ടൺ വരെയാണ് ഈ ഒരു പ്ലാന്റിന്റെ സംഭരണശേഷി. അപ്പോൾ ഒരു 75 അല്ലെങ്കിൽ 80 ടൺ വരെ സംസ്കരിക്കാനേ ശേഷിയുള്ളൂ. ഏതാണ്ട് 400 ടണ്ണിലധികം, 400-500 ടണ്ണിലധികം ബയോമെഡിക്കൽ മാലിന്യങ്ങളാണ് ഓരോ ദിവസവും കുമിഞ്ഞുകൂടുന്നത് എന്നാണ് ഒരു ഏകദേശ കണക്ക്, ഒരു ആവറേജ് കണക്ക്. കൃത്യമായി പറയുകയാണെങ്കിൽ കൂടിയും കുറഞ്ഞും ഇരിക്കും. ഇത് വലിയ തോതിലുള്ള ആരോഗ്യ പ്രതിസന്ധിയിലേക്ക് നമ്മുടെ നാടിനെ കൊണ്ടുചെന്ന് എത്തിക്കും എന്നുള്ള റിപ്പോർട്ടാണ് മെഡിക്കൽ വിദഗ്ധരൊക്കെ തന്നെ പറയുന്നത്. മാത്രമല്ല, മഴക്കാലമാകുന്നതോടെ ഈ ബയോമെഡിക്കൽ മാലിന്യങ്ങൾ, ആശുപത്രി മാലിന്യങ്ങൾ കുമിഞ്ഞുകൂടി കഴിഞ്ഞാൽ വലിയ പകർച്ചവ്യാധികൾ പടരാനുള്ള സാധ്യതയുണ്ട്. അത് ചീഞ്ഞ് അളിഞ്ഞ് പരിസര മലിനീകരണം, മെഡിക്കൽ കോളേജുകൾ, അതുപോലെ ജില്ലാ ആശുപത്രികൾ, പ്രൈവറ്റ് ആശുപത്രികൾ, അതുപോലെ പ്രൈവറ്റ് ലാബുകൾ അടക്കം ഈ സർജറിക്ക്, ശസ്ത്രക്രിയയ്ക്കും മറ്റും ഉപയോഗിച്ച ശേഷമുള്ള പഞ്ഞിക്കെട്ട് മുതൽ സാധാരണഗതിയിലുള്ള തുണി കഷ്ണങ്ങൾ വരെ, അതായത് ഒരു ആശുപത്രിയിൽ നിന്ന്, ഒരു ആരോഗ്യ സ്ഥാപനത്തിൽ നിന്ന് പുറന്തള്ളുന്ന എല്ലാ മാലിന്യങ്ങളും ഈ ബയോമെഡിക്കൽ മാലിന്യങ്ങളുടെ കൂട്ടത്തിൽ വരും. അത് ടൺ കണക്കിന് കുമിഞ്ഞുകൂടി കഴിഞ്ഞാൽ നമുക്ക് സമാനതകളില്ലാത്ത ഗുരുതരമായ ആരോഗ്യ പ്രതിസന്ധിയിലേക്ക് നമ്മൾ നീങ്ങും എന്നുള്ളതാണ് അതിൻ്റെ ഒരു ഫലം. തീർച്ചയായിട്ടും കേരള ആരോഗ്യ മന്ത്രാലയം ഈ ഒരു വിഷയത്തിൽ, ആരോഗ്യമന്ത്രി കെ മുരളീധരൻ ഉൾപ്പെടെ ഈ വിഷയത്തിൽ IMAയുമായി സഹകരിച്ച് അടൂരിലെ പ്ലാന്റ് കൂടുതൽ ശക്തമാക്കാനും പ്രവർത്തന യോഗ്യമാക്കാനുമുള്ള എല്ലാവിധ നടപടികളും സ്വീകരിക്കണം എന്ന ആവശ്യമാണ് ഇപ്പോൾ ആശുപത്രി അധികൃതരൊക്കെ തന്നെ പറയുന്നത്. കാരണം മെഡിക്കൽ കോളേജ് പോലെയുള്ള ആശുപത്രികളിൽ, അതിൻ്റെ പരിസരങ്ങളിലൊക്കെയാണ് പലപ്പോഴും ഈ ബയോമെഡിക്കൽ മാലിന്യങ്ങൾ, ആശുപത്രി മാലിന്യങ്ങൾ കുമിഞ്ഞുകൂടി കിടക്കുന്നത്. അത് കൃത്യമായിട്ട് എടുത്തില്ലെങ്കിൽ മഴക്കാലം ആകുന്നതോടുകൂടി അതൊക്കെ തന്നെ ചീഞ്ഞളിഞ്ഞ് വലിയ സാമൂഹ്യ പ്രതിസന്ധിയിലേക്ക് തന്നെ ആരോഗ്യ പ്രതിസന്ധിയിലേക്ക് തന്നെ നമ്മൾ ചെന്നെത്തും എന്ന് തന്നെയാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്.